ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വില്ലനെക്കുറിച്ചാണ്. വെറുമൊരു വില്ലനല്ല, നമ്മൾ അന്തകൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാൾ. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ സുരക്ഷിതരായി ഇരിക്കുമ്പോഴും അങ്ങ് മുകളിൽ സ്പേസിൽ നമ്മളെ കാത്തിരിക്കുന്ന ചില ഭീഷണികളുണ്ട്. ഏകദേശം 14 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഭരിച്ചിരുന്ന ആ കരുത്തരായ ഡൈനോസറുകളെ ഈ ലോകത്തുനിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് തുടച്ചുനീക്കിയ ആ വില്ലനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരാണ് സ്പേസിൽ പാറി നടക്കുന്ന ഭീമാകാരമായ പാറക്കല്ലുകൾ. നമ്മൾ ഇവയെ ഉൽക്കകൾ എന്നും ആസ്റ്ററോയിഡുകൾ എന്നും വിളിക്കും. സത്യത്തിൽ എന്താണ് ഈ ഉൽക്കകൾ? പ്രപഞ്ചമുണ്ടായ കാലം മുതൽ സ്പേസിൽ കറങ്ങി നടക്കുന്ന ബാക്കി പത്രങ്ങളാണിവ. ചിലതിന് ഒരു ചെറിയ കല്ലിന്റെ വലിപ്പമേ കാണൂ, എന്നാൽ ചിലതാകട്ടെ കിലോമീറ്ററുകളോളം നീളമുള്ള വലിയ മലകൾ പോലെയായിരിക്കും. ഈ ഉൽക്കകൾ ഭൂമിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വായു സത്യത്തിൽ ഒരു വലിയ ഭിത്തി പോലെയാണ്. ഉദാഹരണത്തിന്, ഒരു സൂപ്പർസോണിക് വിമാനം ആകാശത്തുകൂടെ പോകുമ്പോൾ വായുവിനെ കീറിമുറിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് കുതിക്കുന്നത്. ആ വായുവിന്റെ മർദ്ദം കാരണം വിമാനത്തിന്റെ ചിറകുകളിൽ വലിയ തോതിലുള്ള ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഒരു ഉൽക്ക സ്പേസിൽ നിന്ന് വരുന്നത് ഈ വിമാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടി വേഗതയിലാണ്. സെക്കൻഡിൽ കിലോമീറ്ററുകൾ വേഗതയിൽ ഒരു ഉൽക്ക നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായു അതിനെ ഒരു പാറ പോലെ തടഞ്ഞു നിർത്താൻ നോക്കും. ഈ ഭീകരമായ ഉരസൽ കാരണം ഉൽക്കയുടെ ഉപരിതലം ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ കത്തിയെരിയാൻ തുടങ്ങും. ആകാശത്തുകൂടെ വാലുമുളച്ച ഒരു തീഗോളം പാഞ്ഞു പോകുന്നത് പോലെയായിരിക്കും ആ കാഴ്ച. പണ്ട് മെക്സിക്കോയിൽ വന്ന് വീണ ആ ആസ്റ്ററോയിഡിന്റെ കാര്യമെടുത്താൽ, അത് വന്നു പതിച്ച ആ നിമിഷം ഉണ്ടായ പൊട്ടിത്തെറി ലക്ഷക്കണക്കിന് ആറ്റം ബോംബുകൾ ഒന്നിച്ചു പൊട്ടുന്നതിനേക്കാൾ ശക്തിയുള്ളതായിരുന്നു. ഭൂമി അക്ഷരാർത്ഥത്തിൽ ഒന്ന് നടുങ്ങിപ്പോയി. കൂറ്റൻ സുനാമികൾ സമുദ്രങ്ങളിൽ നിന്ന് കരയിലേക്ക് ഇരച്ചുകയറി. ഈ ആഘാതത്തിൽ ടൺ കണക്കിന് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അത് ഭൂമിക്കു ചുറ്റും ഒരു പുതപ്പ് പോലെ മൂടിക്കിടന്നു. അതോടെ വർഷങ്ങളോളം സൂര്യപ്രകാശം ഭൂമിയിലെത്തിയില്ല. സസ്യങ്ങൾ കരിഞ്ഞുപോയി. ഭക്ഷണമില്ലാതെ ലോകം പട്ടിണിയിലായി. അങ്ങനെയാണ് ആ വില്ലൻ ഡൈനോസറുകളുടെ യുഗം എന്നേക്കുമായി അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. പഴയ കാലത്തെപ്പോലെയല്ല ഇന്ന് നമ്മുടെ ശാസ്ത്രം ഒരുപാട് വളർന്നു. സ്പേസിൽ നിന്ന് വരുന്ന ഇത്തരം കുഞ്ഞൻ അന്തകന്മാരെപ്പോലും ഇന്ന് നമ്മൾ ടെലിസ്കോപ്പുകൾ വഴി നിരീക്ഷിക്കുന്നുണ്ട്. വായുവിനെ കീറിമുറിച്ച് സ്പേസിലേക്ക് റോക്കറ്റുകൾ അയച്ച് ഇത്തരം ഉൽക്കകളുടെ പാത മാറ്റാൻ പോലും ഇന്ന് നമുക്ക് സാധിക്കും. അതാണ് മനുഷ്യന്റെ കരുത്ത്. ഭൂമി ഇനി ഒരിക്കലും അത്തരമൊരു വില്ലന്റെ മുന്നിൽ തോറ്റുകൊടുക്കില്ല. അപ്പോൾ കൂട്ടുകാരെ, സ്പേസിലെ ഇത്തരം വിസ്മയങ്ങളെക്കുറിച്ച് ഇനിയും നമ്മൾ സംസാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.